മലപ്പുറം നിലമ്പൂരിൽ ക്ലിനിക്കിലെത്തിയ കുഞ്ഞിന്റെ മാല മോഷ്ടിച്ച് വിഴുങ്ങിയ യുവതി അറസ്റ്റിൽ. നിലമ്പൂർ മുക്കട്ട സ്വദേശി സമീനയാണ് അറസ്റ്റിലായത്. വിഴുങ്ങിയ ആഭരണം വീണ്ടെടുക്കാനുള്ള കാത്തിരിപ്പിലാണ് പോലീസ്. മുബഷിർ പി അക്ബറുണ്ട്. മുബഷീർ, ഇതെന്താ സംഭവം? കുഞ്ഞിന്റെ മാല മോഷ്ടിച്ച് വിഴുങ്ങി ക്ലിനിക്കിലെത്തിയ യുവതി അല്ലേ? ഇത് മറ്റേ തൊണ്ടിമുതൽ ദൃക്സാക്ഷി സിനിമയുടെ വേറൊരു വേർഷനാണല്ലോ. എന്താ സംഭവം? അന്നത്തെ ഫഹദ് ചെയ്തതുപോലെ ആ പെൺകുട്ടി ചെയ്തു. പക്ഷെ ആ പോലീസുകാരുടെ ഒക്കെ അവസ്ഥയെ അല്ലേ? തീർച്ചയായും ഡോക്ടർ കുമാർ, ഈ സ്വർണത്തിന് ദിനം പ്രതി വില വർദ്ധിച്ചത് മൂലം സ്വർണം മോഷ്ടിക്കാനുള്ള മാർഗങ്ങളും പല വിധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി ഓരോ കേസുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ മറ്റൊരു വേറിട്ട കേസ് സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. നിലമ്പൂരിലെ ഒരു ക്ലിനിക്കിലേക്കായിരുന്നു ഒരു കുട്ടിയുമായിട്ടൊരു കുടുംബം കുട്ടിയെ കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത്. മാതാപിതാക്കളോടൊപ്പമാണ് കുട്ടി ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന നിലമ്പൂർ മുക്കട്ട സ്വദേശിയായിട്ടുള്ള സമീന ആദ്യഘട്ടത്തിൽ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് കുട്ടിയുടെ ശരീരത്തിൽ സ്വർണ്ണമാല കണ്ടെത്തിയ ആ സമീന ആദ്യഘട്ടത്തിൽ കുട്ടിയെ താലോലിച്ച് അതിവിദഗ്ധമായി കുട്ടിയുടെ കഴുത്തിൽ നിന്നും ആ മാല മോഷ്ടിച്ചു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മാല കാണാത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് നടത്തിയ ആദ്യഘട്ടത്തിലെ പ്രാഥമിക പരിശോധനയിൽ തന്നെ, അന്വേഷണത്തിൽ തന്നെ സമീനയെ സംശയിക്കുന്നുണ്ട്. പിന്നീട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സമീനയെ കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്തതും. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് സമീന ഈ മാല വിഴുങ്ങിയതായിട്ടുള്ളൊരു മൊഴി പോലീസിന് നൽകുന്നത്. എക്സ്റേ പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിക്കഴിഞ്ഞപ്പോൾ സമീനയുടെ ശരീരത്തിനുള്ളിൽ നിന്നും മാല കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാല സമീനയുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുക്കാൻ, അതായത് തിരിച്ചെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സമീനയ്ക്ക് ചുറ്റുമുണ്ട്. സമീനയെ നിരീക്ഷിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു സമയത്തിന് ശേഷമായിരിക്കും അത് കിട്ടുക എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ ഈ അതനുസരിച്ചുള്ള സമയം എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട കാത്തിരിപ്പ് ആ പാവം പോലീസുകാരുടേതായിരിക്കും അല്ലേ? എന്നാലോചിച്ച് നോക്കിക്കേ, സമീനയ്ക്ക് അതിനടുത്ത് വിഴുങ്ങിയാൽ മതി. ഇത് വിഴുങ്ങിയത് പുറത്തു വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥയെ വല്ലാത്ത പണിയായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവർ ഈ സ്ഥിരം മോഷ്ടാവാണോ ഈ വിഴുങ്ങിയ കക്ഷി? അത്തരമൊരു പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പങ്കുവെക്കുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ മാല കണ്ട് വളരെ കൃത്യമായിട്ടും ആസൂത്രിതമായി ആ മാല മോഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് ഏറ്റവും ഒടുവിലൊരു കവർച്ചയായി മാറിയിട്ടുള്ളത്. അത് വളരെ കൃത്യമായി പോലീസ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് CCTV ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ഒരു സ്ത്രീയെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു. ശരത് ലാൽ കൃഷ്ണ കല്ലറ ചോദിക്കുന്നുണ്ട്, അരുൺ സാർ ഈ ഫോട്ടോ, സലീമ ചോദിക്കുന്നത്, ഈ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് വാർത്ത സ്ഥിരീകരിച്ചതിന് ശേഷമാണോ എന്ന് ചോദിക്കുന്നു. സ്കാനിങ്ങിൽ ഇവരുടെ വയറ്റിൽ മാലയുണ്ടെന്ന് തെളിഞ്ഞു അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഫോട്ടോ വളരെ കൃത്യമായിട്ടും പോലീസ് വൃത്തങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. കേവലം ഒരു ഫോട്ടോ എന്ന നിലയിലല്ല. കവർച്ച നടത്തിയ ആൾ, പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ആൾ, ഇപ്പോൾ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി പോലീസ് കാത്തു നിൽക്കുന്ന ആളെന്ന സ്ഥിരീകരണം ഉൾപ്പെടെ ഉറപ്പുവരുത്തിയ ശേഷമാണ് കൊടുക്കുന്നവർ. ഓക്കെ, താങ്ക് യു മുബഷീർ. മുബഷീർ ഓരോ വാർത്ത തരുമ്പോഴും അതിനകത്തൊരു കൃത്യത എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പ്രേക്ഷകർ സംശയിക്കേണ്ട. നമ്മൾ അതുകൊണ്ടാണ് പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായ വാർത്തകൾ കൊടുത്തുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നേരിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മൾ തമ്മിൽ കള്ളക്കളികളില്ല എന്നുള്ളതാണ്. ഒരു വ്യാജ വാർത്തയും നമ്മുടെ ചാനലിലൂടെ പോകാൻ നമ്മൾ അനുവദിക്കില്ല. ഇനി ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും ഒരു വാർത്ത അറിയാതെ പോയാൽ നമ്മളത് പിൻവലിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യും. വാർത്തയുടെ വേഗതയിൽ തെറ്റുപറ്റാം. മനഃപൂർവ്വം ഒരു വാർത്തയും വ്യാജമായി നമ്മൾ കൊടുക്കില്ല. അങ്ങനെ പ്രേക്ഷകർ സംശയിക്കുകയും വേണ്ട. ഫോട്ടോ കൊടുത്തത് പോലീസിനോട് ചോദിച്ച് വെരിഫൈ ചെയ്ത് സ്കാനിങ്ങിൽ ആ മാല അവരുടെ വയറ്റിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. നിലമ്പൂർ മുക്കട്ട സ്വദേശി സമീനയാണ് അറസ്റ്റിലായത്. ക്ലിനിക്കിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടിയുടെ കഴുത്തിലെ മാല എടുത്ത് വിഴുങ്ങി. ആ വിഴുങ്ങിയ മാല ഇനി പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും.